പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ലവനായ ദൈവമേ, ചൊരിയപ്പെട്ട എല്ലാവിധ കൃപകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ദിവസം നമുക്ക് ഏലിയാ പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു സംഭവത്തെക്കുറിച്ച് ധ്യാനിക്കാം. നമ്മുടെ ജീവിതവുമായി ഒരുപാട് ബന്ധമുള്ള ഒരു കാര്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ നാം കാണുന്നു, ഏലിയാ പ്രവാചകൻ യെസബെൽ രാജ്ഞിയെ പേടിച്ച് മരുഭൂമിയിലേക്ക് പലായനം ചെയ്യുന്നു. പാതി വഴിയിൽ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞ് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുളിച്ചെടിയുടെ തണലിൽ അഭയം തേടുന്നു. അവിടെ വെച്ച് അവൻ മരണത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ഏലിയ പ്രവാചകൻ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ജനത്തിനായി വാങ്ങിക്കൊടുത്ത പ്രവാചകൻ. അവൻ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവൻ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവേ, മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇപ്രകാരം ഒരു അവസ്ഥയിലൂടെ ചിലപ്പോഴൊക്കെ കടന്നു പോകാറുണ്ട്. കഴിഞ്ഞകാല ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ചില സമയങ്ങളിൽ കടുത്ത നിരാശ നമ്മെ പിടികൂടുന്നു. നമ്മളും പറയുന്നു, കർത്താവേ, മടുത്തു ഈ ജീവിതം, ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല, ഞാൻ എന്തെല്ലാം പ്രവർത്തിച്ചാലും എനിക്ക് ഒരു തൃപ്തി ലഭിക്കുന്നില്ല, എൻ്റെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും എൻ്റെ ജോലി സ്ഥലങ്ങളിലായാലും എനിക്ക് പൂർണ്ണ ആത്മാർത്ഥതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഏലിയാ പ്രവാചകൻ മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അവിടെ കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടിയുണർത്തി. എന്നിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക. ആ മരുഭൂമിയിൽ അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ടത് ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ആയിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവന് കൊടുത്തത് ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും. അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു.
കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. പ്രിയപ്പെട്ടവരെ, സഭാപിതാക്കന്മാരെ പഠിപ്പിക്കും, ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും വെള്ളവും വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ് എന്ന്. അതിൻ്റെ ശക്തി കൊണ്ട് അവൻ എഴുന്നേറ്റ് നടന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം വിഷമങ്ങളും സങ്കടങ്ങളും വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ വിശുദ്ധ കുർബാനയിൽ അഭയം പ്രാപിക്കണം. വിശുദ്ധ കുർബാനയിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഒരുക്കപ്പെട്ടിരിക്കുന്ന അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളായിട്ട് മാറുമ്പോൾ കർത്താവെ, എൻ്റെ ജീവിതത്തെയും സമർപ്പിക്കുന്നു എന്ന് ആത്മാർത്ഥതയോടെ ആഗ്രഹത്തോടെ നമുക്ക് പറയാനായിട്ട് സാധിക്കണം. സ്നേഹമുള്ളവരെ, ഏലിയ പ്രവാചകൻ കഴിച്ച അപ്പത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ശക്തി കൊണ്ട് നടന്നത് 40 രാവും 40 പകലുമാണ്. അങ്ങനെയാണ് കർത്താവിൻ്റെ മലയായ ഹോറബിൽ അവന് എത്തിയത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയുടെ ശക്തി കൊണ്ട് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ജീവിതമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ദിവസം നമുക്ക് ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളോടും ചേർത്ത് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. ഈ ദിവസം കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കാം. ഈ ദിവസം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളെയും സ്ഥാപനങ്ങളെയും സമർപ്പിക്കാം. കർത്താവെ, ഏലിയ പ്രവാചകനെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. നിരാശയുടെ എല്ലാ മേഖലകളിലും ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. വിശുദ്ധ കുർബാനയുടെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഏറ്റവും തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദാഹത്താൽ കേഴുമ്പോൾ നാഥൻ എൻ്റെ ദാഹം ശമിപ്പിച്ചു തന്നു. ക്ലേശത്താൽ നീറുമ്പോഴെല്ലാം എൻ്റെ ക്ലേശങ്ങളെ കാണണഞ്ഞു. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥന ഈശോ ഇന്നെന്നിൽ. ദ്യോവിൻ്റെ വാതിൽ തുറന്നു തൻ്റെ ദാനങ്ങളെന്നിൽ ചൊരിഞ്ഞു. പ്രിയമകനെ, മകളെ, ഇന്ന് പലതിനെക്കുറിച്ചും ഓർത്ത് നിന്റെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ഈശോ ഇന്ന് നിന്നോട് പറയുകയാ, യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിലൂടെ അവിടുന്ന് നിനക്കൊരു ഉറപ്പ് തരുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്കു പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത്രയും വലിയൊരു ഉറപ്പ് നമുക്കെവിടുന്ന് കിട്ടാനാ? ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകുമ്പോൾ നാം ഓർക്കേണ്ട വലിയൊരു സത്യമുണ്ട്. നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. നാം ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോഴും ഇരുളടഞ്ഞ വഴികളിലൂടെ നടക്കുമ്പോഴും കർത്താവിൻ്റെ കരം നമ്മെ പിടിച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. മനുഷ്യർ നൽകുന്ന വാഗ്ദാനങ്ങൾ ഒരു പക്ഷേ ലംഘിക്കപ്പെട്ടേക്കാം.
എന്നാൽ ദൈവം അരുളി ചെയ്തത് അവിടുന്ന് കൃത്യസമയത്ത് നിവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ വൈകുന്നുവെന്ന് കരുതി നിരാശരാകേണ്ടതില്ല. അവിടുത്തെ പദ്ധതികൾ എപ്പോഴും ഉന്നതമാണ്. വിശ്വാസത്തോടെ കാത്തിരിക്കുക. അവിടുന്ന് നിനക്കായി കരുതിയിരിക്കുന്നത് നിന്റെ ചിന്തകൾക്കും അപ്പുറമുള്ള വലിയ കാര്യങ്ങളാണ്. വിശ്വസിക്കും മക്കളെ, വിശ്വസിച്ചു പ്രാർത്ഥിച്ചേ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ പ്രഭാതത്തിൽ നിന്റെ ആവശ്യങ്ങളെ, നിന്റെ സങ്കടങ്ങളെ, നിന്റെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, നിന്റെ മക്കളെക്കുറിച്ച് ഓർത്തുള്ള ആദികൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ച് ഈശോയുടെ കരുണയൊഴുകട്ടെ. നമ്മുടെ കുടുംബത്തിലേക്ക്, ജീവിത നിയോഗങ്ങളിലേക്ക് കർത്താവിൻ്റെ കരുണയൊഴുകാനായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയുടെ തിരുക്കൈകളിലെ തിരുമുറിവിൽ നിന്ന് താഴേക്കിറ്റിറ്റു വീഴുന്ന തിരുരക്തത്തുള്ളികൾക്ക് താഴെ ഞാൻ എൻ്റെ ഈ ആവശ്യത്തെ സമർപ്പിക്കുന്നു. ഓ എൻ്റെ അപ്പാ, നിൻ്റെ മുൻപിലായിരുന്നിപ്പോൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഇതാ ഈശോയെ നിൻ്റെ തിരുക്കരത്തിൻ്റെ താഴെയായിട്ട്, തിരുരക്തത്തുള്ളികൾക്ക് താഴെയായിട്ട് ഞാനിതാ ഈ മക്കളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുരക്തം വീണ് കുതിർന്ന ഇവരുടെ പ്രാർത്ഥനാ ആവശ്യത്തിന്മേൽ ദൈവേഷ്ടമനുസരിച്ചും ദൈവിക പദ്ധതി അനുസരിച്ചും ദൈവിക വഴികളിലൂടെ ഇവരുടെ ആവശ്യത്തിന്മേൽ തീർപ്പുണ്ടാക്കി തരണമേ എന്ന് ദൈവപിതാവേ, പാപിയായ ഞാൻ അങ്ങയോട് ഈ സമയം ഇവർക്കായിട്ട് അപേക്ഷിക്കുന്നു. ഈശോയെ, പ്രാർത്ഥന കേട്ട് അവിടുന്ന് ഇറങ്ങി വന്ന് ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ കണ്ണുനീരിനെ അവിടുന്ന് ഒപ്പിയെടുക്കണമേ. ഇവരുടെ യാചനയ്ക്ക് എത്രയും വേഗം ഈശോയെ അവിടുന്ന് ഒരു ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ സമയം സാത്താനെ അന്ധനാക്കുന്ന ഐക്യ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലിക്കൊണ്ട് എല്ലാ തിന്മയുടെ അന്ധകാര സ്വാധീനങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബവും സംരക്ഷിക്കപ്പെടുന്നതിനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ആരാധ്യനായ എൻ്റെ ഈശോയെ, നമ്മുടെ പാദങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ, നമ്മുടെ കരങ്ങൾ ഒരുമിച്ച് ശേഖരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് സ്പന്ദിക്കട്ടെ, നമ്മുടെ ആത്മാക്കൾ ഒരുമയിലായിരിക്കട്ടെ, നമ്മുടെ ചിന്തകൾ ഒന്നായി തീരട്ടെ, നമ്മുടെ കാതുകൾ നിശബ്ദതയിൽ ഒരുമിച്ച് ശ്രവിക്കട്ടെ, നമ്മുടെ നോട്ടങ്ങൾ അഗാധമായി പരസ്പരം ചൂഴ്ന്നിറങ്ങട്ടെ. നിത്യപിതാവിൽ നിന്ന് കരുണ നേടുവാൻ നമ്മുടെ അധരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധ്യനായ എൻ്റെ ഈശോയെ, നമ്മുടെ പാദങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ, നമ്മുടെ കരങ്ങൾ ഒരുമിച്ച് ശേഖരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് സ്പന്ദിക്കട്ടെ, നമ്മുടെ ആത്മാക്കൾ ഒരുമയിലായിരിക്കട്ടെ, നമ്മുടെ ചിന്തകൾ ഒന്നായി തീരട്ടെ, നമ്മുടെ കാതുകൾ നിശബ്ദതയിൽ ഒരുമിച്ച് ശ്രവിക്കട്ടെ, നമ്മുടെ നോട്ടങ്ങൾ അഗാധമായി പരസ്പരം ചൂഴ്ന്നിറങ്ങട്ടെ. നിത്യപിതാവിൽ നിന്ന് കരുണ നേടുവാൻ നമ്മുടെ അധരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധ്യനായ എൻ്റെ ഈശോയെ, നമ്മുടെ പാദങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ, നമ്മുടെ കരങ്ങൾ ഒരുമിച്ച് ശേഖരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് സ്പന്ദിക്കട്ടെ, നമ്മുടെ ആത്മാക്കൾ ഒരുമയിലായിരിക്കട്ടെ, നമ്മുടെ ചിന്തകൾ ഒന്നായി തീരട്ടെ, നമ്മുടെ കാതുകൾ നിശബ്ദതയിൽ ഒരുമിച്ച് ശ്രവിക്കട്ടെ, നമ്മുടെ നോട്ടങ്ങൾ അഗാധമായി പരസ്പരം ചൂഴ്ന്നിറങ്ങട്ടെ. നിത്യപിതാവിൽ നിന്ന് കരുണ നേടുവാൻ നമ്മുടെ അധരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.